ഏതായാലും ഇന്നത്തെ വീഡിയോയുടെ പ്രധാന വിഷയം അതല്ല, തുടർന്ന് കേൾക്കുക. ഇത് കേൾക്കുമ്പോൾ ആർക്കും ഉത്തരം കുറിക്കാം, കുറിക്കാതിരിക്കാം, ചോദ്യങ്ങളിട്ട് പൊരിക്കാം, ഉറക്കാം, കുറിക്കാം. പക്ഷേ ഇതിൻ്റെ പേരിൽ തല്ലരുത്, കൊല്ലരുത്, കോരരുത്. പ്ലീസ്. ദേ കിടക്കുന്ന ചോദ്യങ്ങൾ. വലിയ സംഘർഷങ്ങളിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ അല്പം മുമ്പ് ചെറിയൊരു സമവായത്തിലോട്ട് മാറി സ്ഥിതി ശാന്തമായി എന്നുള്ള നിലയിലോട്ട് വന്നതാണ്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഈ വൈദികരായിട്ടുള്ളവർ നേരത്തെ രാവിലെ സമരം ചെയ്ത് പോലീസ് നീക്കിയ 21ഓളം വൈദികർ അവരെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ആവശ്യവുമായി വീണ്ടും ബിഷപ്പ് ഹൗസിലോട്ട് തള്ളിക്കയറി. ചോദ്യം 1. ഈ പ്രപഞ്ച നിർമ്മിതിക്ക് പിന്നിൽ എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടായിരിക്കുമോ? ചോദ്യം 2. ഉണ്ടെന്നാണ് ഉത്തരമെങ്കിൽ ആരായിരിക്കും അതിന് പിന്നിൽ പ്രവർത്തിച്ചത്? ചോദ്യം 3. ഇല്ലെന്നാണ് ഉത്തരമെങ്കിൽ പിന്നെ ഇതെല്ലാം ഉണ്ടായതും ഇങ്ങനെയൊക്കെ നിഗൂഢമായി തുടർന്നു പോകുന്നതും എങ്ങനെ? ചോദ്യം 4. പ്രപഞ്ച വിസ്തൃതി എത്രയെന്ന് അളക്കാൻ മനുഷ്യബുദ്ധിക്ക് കഴിയുമോ? കഴിഞ്ഞിട്ടുണ്ടോ? ഒരു സെക്കൻഡിൽ 1,86,000 മൈൽ വേഗത്തിൽ സഞ്ചരിക്കുന്നതെന്ന് പറയപ്പെടുന്ന പ്രകാശം ഇക്കണ്ട ശതകോടി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഭൂമിയിൽ എത്തിച്ചിട്ടില്ലാത്ത കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഇനിയുമുണ്ടെങ്കിൽ അവയും നാമും തമ്മിലുള്ള അകലം എത്രയായിരിക്കും? ചോദ്യം 5. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് കാരണമായി എന്തെങ്കിലും നിയമങ്ങളോ തത്വങ്ങളോ ഉണ്ടോ? ചോദ്യം 6. അറിഞ്ഞതും അറിയാത്തതുമായ എന്തൊക്കെയോ ക്രമങ്ങൾ, ഓർഡർ ഉണ്ടെന്ന് വേണം അനുമാനിക്കാൻ. അങ്ങനെയെങ്കിൽ പ്രപഞ്ചത്തിലെ ജീവികൾക്കിടയിലും അത്തരം ക്രമമില്ലേ? ചോദ്യം 7. എന്തെങ്കിലുമൊക്കെ നിയമങ്ങളുടെ സുരക്ഷിതത്വത്തിലും അതേസമയം ബന്ധനത്തിലുമല്ലേ മനുഷ്യവർഗത്തിൻ്റെ അസ്തിത്വം തന്നെ? ചോദ്യം 8. പ്രപഞ്ചത്തിൻ്റെതായ അലിഖിത നിയമങ്ങൾക്കൊപ്പം മനുഷ്യനിർമ്മിതമായ നിയമങ്ങളും കൂടി ഉണ്ടായപ്പോൾ മനുഷ്യർക്കൊന്നാകെയോ ഓരോ പ്രത്യേക സമൂഹത്തിനോ ദേശത്തിനോ ഉള്ള നിയമങ്ങൾ അതാത് സമൂഹങ്ങളിലെ മനുഷ്യർക്കെല്ലാം ഒരുപോലെ ബാധകമല്ലേ? ചോദ്യം 9. റോഡിൽ ഇടതുവശത്ത് കൂടിയ വാഹനങ്ങൾ പോകാവൂ എന്നാണ് ഒരു രാജ്യത്തെ നിയമമെങ്കിൽ അത് പാലിക്കാൻ എല്ലാവരും ഒരുപോലെ ബാധ്യസ്ഥരല്ലേ? ചോദ്യം 10. 2016 നോട്ട് നിരോധനം വന്നപ്പോൾ അത് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ബാധകമായിരുന്നല്ലോ. 2 മാസം കഴിഞ്ഞുള്ള നിശ്ചിത തീയതിക്ക് ശേഷം ഞാനതറിഞ്ഞില്ല, എന്നോടൊന്നും പറഞ്ഞില്ല, എന്നോട് ചോദിച്ചിട്ടല്ല നിരോധിച്ചത്, ഈ നോട്ടുകൾ മാറിത്താ എന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരു ബാങ്കിൽ പോയി ഏറ്റുമുട്ടുമോ ആരെങ്കിലും? ഏറ്റുമുട്ടിയിട്ട് കാര്യമുണ്ടോ? ചോദ്യം 11. ഹെൽമറ്റ് വെച്ചില്ലെങ്കിൽ, സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ പിഴ വീഴും എന്നൊക്കെ സർക്കാർ അറിയിപ്പും വേണ്ടത്ര സമയവും തന്നിട്ട് അതിനെതിരെ തർക്കിക്കാനും വിഘടിച്ചു നിൽക്കാനും പാടുണ്ടോ? ചോദ്യം 12. പട്ടാളത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഒരുപിടി യോഗ്യതകളുണ്ടല്ലോ. ഉയരം, തൂക്കം, പ്രായം, വിദ്യാഭ്യാസം എന്നിവയൊക്കെ സംബന്ധിച്ച് നിബന്ധനകളുണ്ട്. 5 അടി 4 ഇഞ്ച് പൊക്കം, 50 കിലോ തൂക്കം, +2 പാസ്സായിരിക്കണം എന്നൊക്കെയാണ് മിനിമം യോഗ്യതയായി പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിൽ 5 അടി പൊക്കവും 45 കിലോ തൂക്കവും 10ാം ക്ലാസ് തോൽവിയുമായി ഞാൻ ചെന്നിട്ട് എനിക്ക് പട്ടാളക്കാരനാകണം, പണ്ട് മുതലേ അതെൻ്റെ ആഗ്രഹമായിരുന്നു, അയ്യോ സാറേ സഹായിക്കണം പ്ലീസ് എന്ന് നിലവിളിച്ചിട്ടോ കാലുപിടിച്ചിട്ടോ കാര്യമില്ലല്ലോ. ചോദ്യം 13. പട്ടാളത്തിൽ ചേർന്ന പയ്യന്മാരോട് രാവിലെ 5 മണിക്ക് പരേഡ് ഗ്രൗണ്ടിൽ എത്തിയിരിക്കണം, അല്ലെങ്കിൽ ശിക്ഷയുണ്ടാകും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എതിർക്കുമോ? പട്ടാളത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്ന ഒരുത്തനും എതിർക്കില്ല. അഥവാ എതിർത്താലോ അയാളെ പുറത്താക്കിയിരിക്കും. അയാൾക്ക് പുറത്ത് പോകണമെങ്കിൽ പോകാം എന്നല്ല പറയുക, നേരെ പോ എന്നാണ് പറയും. അതാണ് പട്ടാള നിയമം. ഞാൻ എയർഫോഴ്സിൽ ചേർന്ന കാലത്ത് എയർഫോഴ്സിലെ സൈനികരുടെ യൂണിഫോം കാക്കി നിറമായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ നിറം നീലയാക്കി, കടും നീലയും ഇളം നീലയും. ആരും എതിർത്തില്ല. എന്നു മുതൽ ആ യൂണിഫോം ഇടണമെന്ന് പറഞ്ഞോ അന്നു മുതൽ ആ യൂണിഫോം മാത്രമേ ഉള്ളൂ. വേറെ ദിവസം ഇനിയും മാറ്റി പറഞ്ഞാൽ അപ്പോഴും അതുതന്നെ ആയിരിക്കും നിയമം. ചോദ്യം 14. പട്ടക്കാർക്കിടയിൽ ഈ നിയമങ്ങൾ പട്ടാളത്തിലേതിനേക്കാൾ കർശനമാണ്. അങ്ങനെ ആയിരിക്കണം താനും. കാരണം ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് മനുഷ്യാത്മാവിൻ്റെ കാവലും രക്ഷയും ഏറ്റെടുക്കുക എന്നത് രാജ്യത്തിൻ്റെ അതിർത്തിയും ആഭ്യന്തര സുരക്ഷയും കാക്കുന്നതിനേക്കാൾ എത്രയോ ഉത്തരവാദിത്തമേറിയതാണ്. അത്രയും ഗൗരവവും ഉത്തരവാദിത്വവും തീഷ്ണതയും സമർപ്പണവും വേണ്ട ഒരു ദൗത്യമായതുകൊണ്ടാണ് വൈദികനാകാൻ 10-12 വർഷത്തെ പരിശീലനം വേണ്ടിവരുന്നത്.
നല്ലൊരു പട്ടാളക്കാരനാകാൻ 1-2 വർഷത്തെ പരിശീലനമേ വേണ്ടൂ. ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആകാൻ 4-5 വർഷം പഠിച്ചാൽ മതിയാകും. പക്ഷേ ഒരു വൈദികനാകാൻ കുറഞ്ഞത് 10 വർഷം പഠിക്കണം. ചില സന്യാസ സഭകളിൽ 12-14 വർഷം നീളും ഈ പരിശീലനം. ഭാഷകൾ, സഭാചരിത്രം, തത്വശാസ്ത്രം, ദൈവശാസ്ത്രം, ബൈബിൾ, ആരാധനക്രമം എന്നിവ നിർബന്ധമായും പഠിക്കുക എന്നതാണ് മിനിമം പരിശീലനം. പിന്നെ സംഗീതം, തയ്യൽ, അടുക്കള ജോലികൾ, കൃഷി, ഗാർഡനിങ് തുടങ്ങി ദൈനംദിന ജീവിതത്തിൽ വേണ്ടി വരുന്ന ഒരുപാട് തൊഴിലുകളും അഭ്യസിച്ചിരിക്കണം. എന്തൊക്കെ പഠിക്കാമോ അതൊക്കെ പഠിക്കാൻ അവസരമുണ്ട്. പഠന മികവ് മാത്രമല്ല, കുടുംബ പശ്ചാത്തലം, പൂർവിക ചരിത്രം, ഈ പരിശീലന കാലത്തെ സ്വഭാവ മഹിമ എന്നിവ കൂടി നോക്കിയിട്ടേ പട്ടം കൊടുക്കൂ. ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഈ പട്ടം കൊടുക്കുമ്പോൾ ഒരു പ്രതിജ്ഞ കൂടി എടുക്കണം. വേണമെങ്കിൽ എടുക്കാമെന്നല്ല, എടുത്തേ പറ്റൂ. അതിൻ്റെ പ്രസക്ത ഭാഗം ഇങ്ങനെയാണ്: വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച് സഭ നിയതമായി നൽകുന്ന എല്ലാ പ്രബോധനങ്ങളും ഞാൻ പൂർണ്ണമായി സ്വീകരിക്കുന്നു. റോമിലെ മാർപ്പാപ്പായും മെത്രാൻ സംഘവും ഔദ്യോഗികമായി നൽകുന്ന ഏതൊരു നിർദ്ദേശവും പ്രബോധനവും നിർവഹിച്ചു കൊള്ളാമെന്ന് ഞാൻ ഏറ്റുപറയുന്നു. സാർവത്രിക സഭയുടെ തലവനും പിതാവുമായ മാർപ്പാപ്പയോടും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പിനോടും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായ മറ്റു മെത്രാന്മാരോടും പൂർണ്ണ വിധേയത്വത്തോടെ വർത്തിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ബൈബിളിൽ കൈവച്ച് മെത്രാന് മുമ്പിൽ മുട്ടുകുത്തിയെന്ന് തലകുനിച്ചാണ് ഈ പ്രതിജ്ഞ ഏറ്റുപറയുന്നത്. ലോകത്ത് മറ്റൊരിടത്തും ഒരു ജോലിക്കും ഒരു പദവിക്കും ഇത്രയും ദീർഘമായ പ്രതിജ്ഞ എടുക്കേണ്ടതില്ല. പിന്നെ എന്തിനാണ് കത്തോലിക്ക വൈദികൻ ഇങ്ങനെ ചെയ്യേണ്ടത്? ചുമ്മാ ഒരു സർക്കാർ ജോലി പോലെയോ മന്ത്രിപ്പണി പോലെയോ നിസ്സാരമായൊരു കാര്യമല്ല വൈദികന്റെ പണി എന്നതുകൊണ്ട് തന്നെ ഇത്രയുമൊക്കെ പഠിക്കുകയും അതിനുമേൽ പഠിപ്പിക്കുകയും പ്രവൃത്തി പരിചയം നേടുകയും ചെയ്ത എറണാകുളം രൂപതയിലെ കുറച്ച് വൈദികരാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിൽ ധിക്കാരത്തിൻ്റെയും അനുസരണക്കേടിൻ്റെയും വിവരക്കേടിൻ്റെയും ഗുണ്ടായിസത്തിൻ്റെയും പ്രതീകവും പര്യായവുമായി സ്വയം അവഹേളിതരായി നിൽക്കുന്നത്. ഈ പ്രതിജ്ഞ എടുത്തിട്ട് പിറ്റേന്ന് തന്നെ സഭയെ ധിക്കരിച്ച് നിഷിദ്ധ കുർബാന ചൊല്ലുന്ന എറണാകുളത്തെ നവവൈദികരെക്കുറിച്ച് വിശ്വാസികൾക്ക് എന്തു തോന്നുന്നു? മാന്യതയുടെയും മര്യാദയുടെയും സകലമാന അതിർവരമ്പുകളും ലംഘിച്ചു കഴിഞ്ഞു അവർ. അതിൻ്റെ കൃത്യമായ നാടകാവതരണവും ഭീകര അഴിഞ്ഞാട്ടവും നമ്മൾ പലവട്ടം കണ്ടു. ഒരു സന്യാസ സഭയുടെ ആസ്ഥാനത്തും ആർച്ച് ബിഷപ്സ് ഹൗസിന് മുന്നിലും അതിനുള്ളിലും പോലീസ് സാന്നിധ്യത്തിൽ അവർ നടത്തിയ പ്രകടനങ്ങൾ തികച്ചും പൈശാചികമായിരുന്നു. ആളെ കൊല്ലാൻ ഒരു മടിയുമില്ലാത്ത കുറുവ സംഘത്തെ പോലെ വേഷം മാറി മുഖം മൂടി ധരിച്ച് അർദ്ധരാത്രി പിൻവാതിലിൽ കൂടി ബിഷപ്സ് ഹൗസിൽ ഇരച്ചു കയറിയ 21 വൈദിക കുറുവകളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആദ്യത്തെ അടി വീണപ്പോൾ ഒരു ഫാദർ പണ്ണയ്ക്കൻ നിലവിളിച്ചു, തല്ലല്ലേ സാറേ, ഞങ്ങൾ കുറുവകളല്ല, ഒന്നാന്തരം വൈദിക കുരുവികളാണ്. എന്നാലും ഒരു SIയുടെ വയറ്റത്തിടിച്ചിട്ട് രക്ഷപ്പെടാനുള്ള ആ ഓട്ടത്തിൽ ഭിത്തിയിലിടിച്ച് വീണ പണ്ണയ്ക്കൻ്റെ കൈ ഒടിഞ്ഞു. ദേ കുറുവയെ കൊണ്ടുപോകുന്നു. പോലീസ് വലയിൽ വീണ ഒരു കുറുവയെ പൊക്കിയെടുത്ത് കൊണ്ടുപോവുകയാണ്. വറക്കാനോ പൊരിക്കാനോ ആയിരിക്കാം. ഏതായാലും കുറുവയുടെ മുഖം വ്യക്തമല്ല, കാലും കൈയും തൂക്കി പിടിച്ചിരിക്കുമല്ലേ. വിമത വൈദികർക്ക് അർദ്ധരാത്രി തന്നെ മിന്നൽ സന്ദേശം പോയി. വെളുപ്പാൻ കാലത്തെ കുർബാന ഉപേക്ഷിച്ച് കുറുവാപ്പട മൊത്തം സഭാ ആസ്ഥാനത്തേക്ക് കുതിച്ചു. ഇത് കണ്ടു. രാജ്യത്തെ സൈന്യം യുദ്ധമുഖത്ത് ഇരച്ചു കയറുന്നത് പോലെ കുറുവ സൈന്യം അരയും തലയും മുറുക്കി പോലീസിനെ നേരിട്ടു.
പുല്ലേ പോലീസേ എന്ന് ചിലർ ആവർത്തിച്ചപ്പോൾ പോടാ പുല്ലേ പുത്തൂരെ എന്നും മറ്റുള്ളവർ. House of the Ernakulam Angamali Archdiocese following the police removal. Incident occurred around 5:30 a.m. on Saturday. Police removed 21 priests staging the hunger strike. എഡിയുമായിട്ട് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത്. ഒന്നുകിൽ നിങ്ങൾ ഈ ഒരു പ്രശ്നം അവസാനിപ്പിക്കണമെങ്കിൽ ഞങ്ങളുടെ 21 പേരെ എന്ത് കാരണത്താലാണോ നിങ്ങൾ ഇവിടുന്ന് പുറത്താക്കിയത് അതിന് നിയമപരമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ട് അറസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ അവരെ എവിടെ നിന്നാണോ നിങ്ങൾ തിരിച്ച് ബസിലിക്ക കോമ്പൗണ്ടിലേക്ക് കൊണ്ടുപോയത് അവിടേക്ക് ബിഷപ്സ് ഹൗസിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. വിഷ്ണു പ്രകാശ് ഉണ്ട്. വിഷ്ണു, വീണ്ടും പ്രതിഷേധത്തിലേക്ക് സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? നിയന്ത്രിക്കാനാകുന്നില്ലേ പോലീസിന്? അക്ഷയ, വലിയ സംഘർഷങ്ങളിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ അല്പം മുമ്പ് ചെറിയൊരു സമവായത്തിലോട്ട് മാറി സ്ഥിതി ശാന്തമായി എന്നുള്ള നിലയിലോട്ട് വന്നതാണ്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഈ വൈദികരായിട്ടുള്ളവർ നേരത്തെ രാവിലെ സമരം ചെയ്ത് പോലീസ് നീക്കിയ 21ഓളം വൈദികർ അവരെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ആവശ്യവുമായി വീണ്ടും ബിഷപ്പ് ഹൗസിലോട്ട് തള്ളിക്കയറുന്നു. പോലീസ് തീർത്ത ബാരിക്കേഡ് തകർത്തുകൊണ്ടാണ് അവർ അകത്തോട്ട് കയറിയത്. അവർ അനധികൃതമായിട്ടാണ് അവരെ അകത്തോട്ട് കയറിയതെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കൂ എന്നുള്ളതാണ് അവരുടെ ആവശ്യം. വിശ്വാസികളായിട്ടുള്ള പ്രതിഷേധക്കാരും ഈ ബാരിക്കേഡിന് വെളിയിൽ വലിയ രീതിയിലുള്ള പ്രകോപനം സൃഷ്ടിച്ച് അല്ലെങ്കിൽ അവരും ഭാഗ്യത്തിന് അവർ പുത്തൂരെ എന്ന് പൂർണ്ണമായി വിളിച്ച് അക്ഷരം വിട്ട് കളഞ്ഞില്ല. ഒളിവിലിരുന്ന് അർജുനായെങ്കിൽ മുഖ്യമന്ത്രിയെയും പോലീസിനെയും വെല്ലുവിളിച്ചല്ലോ, ചുണയുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുക. എന്നാൽ മുണ്ടാടൻ പോലീസിനോട് അപേക്ഷിച്ചു, ഞങ്ങളെ കൂടി അറസ്റ്റ് ചെയ്യണം. കുപ്രസിദ്ധ ഗുണ്ടകളായ ആയങ്കി, നെട്ടൂർ കുട്ടൻ, പൊന്മനം ഷാജി, തോട്ടുവ വക്കൻ തുടങ്ങിയവരെയൊക്കെ കടത്തി വെട്ടി മുണ്ടൻ, പന്നയ്ക്കൻ, തളിയൻ, വയലിൽ കാർക്കോടകൻ സൈന്യം. ഇതിൽ കൂടുതൽ അധപ്പതിക്കാനുണ്ടോ വൈദികരെ? ഇത്രയൊന്നും പഠിപ്പില്ലാത്ത പാവം വിശ്വാസികൾ പരിപാവനമായി കാണുന്നതിനെയൊക്കെ നിങ്ങൾ എത്രമാത്രം അവഹേളിച്ചു. എന്തൊരു ഉന്മാദാവസ്ഥ എന്ന് ലോകം മൂക്കത്ത് വിരൽ വെച്ചു. വിമതരെ, അല്പമെങ്കിലും വെളിവോ ആത്മാഭിമാനമോ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ അപമാന ഭാരം കൊണ്ട് രോഗികളാകും. അല്ലെങ്കിൽ ഞങ്ങൾ മരിച്ചു വീഴും, മരിക്കാൻ വരെ ഞങ്ങൾ തയ്യാറാണ് എന്നൊക്കെ നിങ്ങൾ പലവട്ടം തൊണ്ടകീറി അലറിയതുപോലെ വല്ലതും സംഭവിക്കും. വിശ്വാസികൾ ഒന്നടങ്കം ചോദിക്കുന്നു, നിങ്ങൾ വൈദികരോ പിശാചുക്കളോ പിശാചു ബാധിതരോ? ഇതിലേതാണെങ്കിലും പന്നിക്കൂട്ടത്തിൽ ആവേശിച്ച് കടലിൽ ഒടുങ്ങിയവയുടെ ആ നാശമാണ് നിങ്ങളെ കാത്തിരിക്കുന്ന വിധി. അത് സത്യാഗ്രഹം ഇരിക്കുന്നതായി മുണ്ടാടനച്ഛൻ അലറി പ്രഖ്യാപിക്കുന്ന വീഡിയോയിൽ ഒരച്ഛൻ ഇങ്ങനെ പറയുന്നതായി കേൾക്കാം, ഇത് ഞങ്ങളുടെ ഡെമോക്രാറ്റിക് റൈറ്റ് ആണ് എന്ന്. സഭയുടെ സംവിധാനം രാഷ്ട്രീയം പോലെ അല്ല എന്ന് അച്ഛന്മാർക്കൊന്നും ഇത്രയും കാലത്തെ പരിശീലനം കൊണ്ട് മനസ്സിലായിട്ടില്ല അല്ലേ? ഡെമോക്രാറ്റിക് സംവിധാനങ്ങളിലുള്ള സ്നേഹവും കരുണയും കരുതലും തുല്യ അവസരങ്ങളും അവകാശങ്ങളുമൊക്കെ സഭയിലും വൈദിക വൃത്തിയിലുമുണ്ട്. പക്ഷേ അതിനപ്പുറം ഒരു വകുപ്പ് കൂടിയുണ്ട്, അബ്സല്യൂട്ട് ഒബീഡിയൻസ്, സമ്പൂർണ്ണ സമർപ്പണം. അത് ദൈവത്തിലുള്ള വിശ്വാസത്തിലെ കീഴ്പ്പെടലാണ്. യേശുക്രിസ്തു പഠിപ്പിച്ചത് ആ വിശ്വാസമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് എറണാകുളത്തെ വൈദികർ ലോകത്തെ പഠിപ്പിച്ച വലിയൊരു സത്യമുണ്ട്, നിങ്ങളാണ് ഏറ്റവും വലിയ അവിശ്വാസികൾ എന്ന്. കാരണം ഈ കോപ്രായങ്ങൾക്കും കോമാളിത്തരങ്ങൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്നത് വിശ്വാസ തീക്ഷ്ണതയല്ലെന്ന് ഏതൊരു മനുഷ്യനും എളുപ്പം മനസ്സിലാകും. മാസത്തിലൊരിക്കൽ ഒരു ധ്യാനം കൂടുന്നവരാണല്ലോ വൈദികർ. ഓരോ ബാച്ചായി മന്ത്ലി റിക്കളക്ഷൻ എന്ന പ്രതിമാസ ധ്യാനം കൂടുന്നവരാണല്ലോ നിങ്ങൾ. അപ്പോഴൊക്കെ നിങ്ങൾ ശരിക്കും ധ്യാനിക്കുകയായിരുന്നോ അതോ അട്ടിമറിക്കുള്ള ഗൂഢാലോചന നടത്തുകയായിരുന്നോ എന്ന് സാമാന്യ ജനം ആശങ്കപ്പെടുന്നുണ്ട്. വിമതരെ, നിയമത്തെയും മേലധികാരികളെയും ബഹുമാനിക്കുക. അധികാരികളൊന്നും ഞങ്ങളെ കേൾക്കുന്നില്ല, മാനിക്കുന്നില്ല എന്നൊക്കെ കുറ്റപ്പെടുത്തുന്ന നിങ്ങൾ ഒന്ന് ഓർക്കുക, നിങ്ങൾ അധികാരികളെ മാനിക്കുകയോ അനുസരിക്കുകയോ ചെയ്യുന്നുണ്ടോ? നിങ്ങളെക്കാൾ അറിവും യോഗ്യതയും ഉള്ളവർ കൂട്ടായി എടുത്ത തീരുമാനങ്ങൾ അനുസരിക്കുക എന്നതാണ് നിങ്ങളുടെ ചുമതല. അല്ലാതെ മാർപ്പാപ്പ മുതലുള്ള സകല അധികാരികളെയും നിങ്ങൾ പറയുന്ന വഴിയെ നടത്തി കൊമ്പ് കുത്തിക്കുക എന്ന നയം നിങ്ങളുടെ നാശത്തിന് കാരണമാകൂ. ഇതൊന്നും സ്വീകാര്യമല്ലെങ്കിൽ നിശബ്ദം പുറത്തു പോവുക എന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ടല്ലോ.
അത് നിങ്ങൾ കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞല്ലോ, അടുത്ത നടപടി ഉടൻ തീരുമാനിക്കുമെന്ന്. വല്ലതുമായോ? ഇല്ലെങ്കിൽ ഇനി വൈകിക്കരുത്. നിങ്ങൾ നിമിത്തം ദുരിതമനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികളും വേദനിക്കുന്ന യേശുക്രിസ്തുവും സഭയും സഭ അനുശാസിച്ച കുർബാന നടത്തിക്കാണാൻ കാത്തിരിക്കുകയാണ്. എറണാകുളത്തെ വൈദികരെ, നിങ്ങൾക്ക് കുറച്ചെങ്കിലും ശാന്തി പകരാനുള്ള ഒരു പോംവഴി കൂടി പറയട്ടെ. കഴിയുമെങ്കിൽ നിങ്ങൾ കുറച്ച് ദിവസം ഒറ്റയ്ക്ക് തീർത്തും വിജനവും ശാന്തവുമായ വനത്തിലോ പുഴവക്കിലോ കടൽ തീരത്തോ അടച്ചിട്ട മുറിയിലോ ഇരുന്ന് ഉള്ളു തുറന്ന് സ്വയം പരിശോധിക്കണം. ലൗകികമായ എല്ലാ ബന്ധനങ്ങളെയും ഉപേക്ഷിച്ച് ദൈവത്തിന് മുന്നിൽ ഉള്ളു തുറന്നു വെക്കണം. ഇതുവരെ ചെയ്തു കൂട്ടിയതൊക്കെ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് പരിശോധിക്കുക. എല്ലാം തെറ്റായിരുന്നു, വ്യർത്ഥമായിരുന്നു എന്ന് ദിവ്യാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. നന്മയുടെ പാതയിലേക്ക് തിരിച്ചു വരാൻ ഒത്തിരി ദൂരമൊന്നുമില്ല. ഒരൊറ്റ ചുവട്, ഒരു ചുവട്. അതിന് സമയമാണിപ്പോൾ.